ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ബസ്സിൽ ടിക്കറ്റ് എടുത്തതിന്റെ ബാലൻസ് ചോദിച്ചതിന് വയോധികനെ അപമാനിക്കുകയും ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടതായും പരാതി. കുമളി മൂന്നാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് അൽഫോൻസ ബസ്സിലെ കണ്ടക്ടറാണ് വയോധികനോട് അപമര്യാദയായി പെരുമാറിയത്. ബസ് ടിക്കറ്റിന്റെ ബാലൻസ് തുക ചോദിച്ചതിന് വയോധികനെ ബസ്സിൽ നിന്നും ഇറക്കിവിട്ടു. ബുധനാഴ്ച രാവിലെ ഏകദേശം 10 മണിക്ക് ശേഷം വണ്ടൻമേട്ടിൽ നിന്നും കുമളി മൂന്നാർ റൂട്ടിലോടുന്ന സെന്റ് അൽഫോൻസ ബസ്സിൽ MS വിനോദ് എന്ന വയോധികൻ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി പോകുവാൻ വേണ്ടി ബസ്സിൽ കയറി 500 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. ബാലൻസ് തരാൻ ചില്ലറയില്ലെന്നും ഇറങ്ങുന്നതിന് മുമ്പ് തരാമെന്നും കണ്ടക്ടർ പറഞ്ഞു. അതും പ്രകാരം നെടുങ്കണ്ടം എത്താറായപ്പോഴേക്കും വിനോദ് കണ്ടക്ടറോട് ബാലൻസ് തരാൻ ആവശ്യപ്പെട്ടു. തനിക്ക് ബാലൻസ് തന്നതാണെങ്കിലും ഇനി വേണമെങ്കിൽ താൻ ബസ് സ്റ്റാൻഡിലേക്ക് പോരുവാനും പറഞ്ഞുകൊണ്ട് സ്ഥലം എത്തുന്നതിന് മുമ്പേ വയോധികനെ ഇറക്കിവിട്ടു. ഉദ്ദേശം 10 കൂടി ഞാൻ സെന്റ് അൽഫോൻസ ബസ്സിൽ കയറി നെടുങ്കണ്ടം യാത്ര ചെയ്യും. അപ്പോൾ നെടുങ്കണ്ടം അതേപോലെ ടിക്കറ്റ് എൻ്റെ കൂടുതൽ ഒരു വൈദ്യുതിക സ്ത്രീയുണ്ട്. അത് അത്യാവശ്യം നെടുങ്കണ്ടം അവകാശം കിട്ടാൻ വേണ്ടി വന്നതാണ്. 66 ടിക്കറ്റ് 500 പൈസ കൊടുക്കും. അതായത് ആ കണ്ടക്ടറിന് ബാക്കി പൈസ തന്നില്ല. എന്നിട്ട് വളരെ മോശമായിട്ട് പോടാ പോയിട്ടൊക്കെ പറഞ്ഞ് ഇറക്കി പറയുകയും ഈ വേണമെങ്കിൽ അപ്പുറത്തെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നതൊക്കെ പറഞ്ഞ് ആശങ്കയില്ല. അതാണ് സംഭവം. സത്യത്തിൽ ഈ ബസ്സിൻ്റെ ഓണർക്ക് ഒരുപക്ഷെ ഇവരെ ഓണം വരാൻ സാധ്യത കുറവാണ്. സ്റ്റാഫൊക്കെയായിരിക്കും വിവിധങ്ങളായ കാര്യങ്ങൾ ഈ വ്യവസായ തൊഴിൽ നഷ്ടത്തിലാണ്. ഞാൻ അതുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയില്ല. പിന്നെ അത്യാവശ്യം ബന്ധപ്പെട്ട അധികാരിക്ക് പരാതി കൊടുത്തു. ബാലൻസ് രൂപ കിട്ടാത്തതിലും ഇറക്കിവിട്ടതിലും മാനസിക ബുദ്ധിമുട്ട് നേരിട്ട വയോധികൻ നെടുങ്കണ്ടം ജോയിന്റ് RTOയ്ക്ക് പരാതി നൽകി. ഇപ്പോൾ ഒരു സ്കൂട്ടറെങ്കിലും ഇല്ലാത്ത വീടുകളില്ല. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 വാഹനമാണ് ഇപ്പോഴത്തെ കണക്ക്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ് ബസ്സിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അന്യം നിന്നു പോകുന്ന തൊഴിൽ മേഖലയാണ് ബസ് സർവീസുകൾ. ജീവനക്കാർ ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ ആളുകൾ യാത്രക്കായി മറ്റു മാർഗങ്ങൾ കണ്ടെത്തും. പൈസയും പോയി യാത്രക്കാരുടെ മുമ്പിൽ അവഹേളിതനുമായതിന്റെ സങ്കടത്തിലാണ് MS വിനോദ് എന്ന വയോധികൻ. അതുമായി ബന്ധപ്പെട്ട് നല്ല മാനസിക പ്രശ്നമുണ്ടായിരുന്നു. കാരണം ഈ പ്രായം ഒക്കെ ഒരു പ്രശ്നമാണല്ലോ. ഞാൻ ഇത്രയും വയസ്സ് ജീവിച്ചു. ഇതുപോലൊക്കെ കബളിപ്പിക്കാൻ ഒരുപാട് വിഷയമുണ്ടാകും. ഞാൻ കൂടുതലാളുമില്ല. അതായത് മാനസിക വിദ്യാഭ്യാസമുണ്ട്. ഞാൻ ഇതുപരമായിട്ട് തന്നെ അത്യാവശ്യം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ എന്തെങ്കിലും ന്യായമായിട്ട് അതിൻ്റെ പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.